ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ പോവാണ്. ഇന്ന് വൃശ്ചിക 1 തുടങ്ങി. അപ്പൊ ഇനി ശബരിമലയിലോട്ടുള്ള ഇതായിരിക്കും കേട്ടോ എല്ലാവരും. അപ്പൊ നമ്മള് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോവാണ്, വൈക്കത്തമ്പലത്തിൽ പോവാണ് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ സമയം 4:20 കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ വേഷമൊക്കെ. ഇങ്ങനെയാണ് ഒരുങ്ങിയേക്കണേ. അപ്പൊ ഞാനും അച്ഛനും ചേട്ടായും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല രസമില്ലേ? പിന്നെ ഇതിന്റെ അകത്തേക്ക് കയറി ഇവിടെ നിറച്ച് കൊറേ അയ്യപ്പന്മാരാട്ടോ. നമ്മള് ഇവിടെയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ രാവിലെ വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. രാത്രി വന്നാലും കാണാം. നല്ല രസമില്ലേ? എനിക്ക് നേരം വെളുത്ത് വരുന്നതേ ഉള്ള. നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത്. നമ്മുടെ കൊടിയൊക്കെ കിടന്ന് ആടുന്നുണ്ട്. നമ്മളിനി തൊഴുതിട്ട് വരാവേ. നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തൊഴുതിറങ്ങണതേ ഉള്ളൂ കേട്ടോ. കഴിയുമ്പോ കുഴപ്പമില്ല. ഇവിടേക്ക് പോയിക്കേ അധികം ആളില്ല, പക്ഷെ മിക്കവരും അകത്തുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കേറിയപ്പോ അയ്യപ്പന്മാരായിരുന്നു കൂടുതലും. ഇപ്പൊ ശബരിമലയിൽ പോകേണ്ട ആ ഒരു ഇതായില്ലേ, അപ്പൊ എല്ലാവരും അയ്യപ്പന്മാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് തിരക്കൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കി എന്തൊരു നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ചേക്കെന്ന് നോക്കിയാ. ഈ അലങ്കാരമൊക്കെ കണ്ട് നല്ല രസമില്ലേ? ഇത് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ അലങ്കാരം. ഇത് കണ്ടില്ലേ? ഇത് കൊറേ ഡോറ് പോലുള്ള ഒരു ഇതുണ്ട്. ഇങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ടുള്ള നല്ല രസമായിട്ട് അലങ്കരിച്ചേക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് കണ്ടില്ലേ, ആ വിളക്കിലൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല രസമില്ലേ? അതൊരു മരം പോലെ ഉണ്ട് ചെറുതായിട്ട്, പച്ച കളറോട് കൊടുത്താൽ, പക്ഷെ നല്ല രസമുണ്ട്. അപ്പൊ അത് കണ്ടോ, ഓരോ ദൈവങ്ങളുടെ പടം വെച്ചിട്ട് അലങ്കരിച്ചേക്കുന്നതാണ്. അപ്പൊ അത് അവിടെയൊക്കെ പലതരം ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം. അപ്പൊ ഇതിലൂടെ മെയിൻ വഴിയാണ് കേട്ടോ. ഇതിലൂടെ നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് കയറിയത്. നോക്കൂ ഗൈസ്, ഈ മരം കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ടോ അല്ലേ? ഒരു പ്രത്യേക ടൈപ്പ് ലൈറ്റ് ആയത്. ഇതെല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒട്ടിച്ചു വെക്കണേ. അപ്പൊ അത് ഈ മരത്തിൽ ഇങ്ങനെ ഓരോ ശിഖരങ്ങളിൽ ഒട്ടിച്ചു വെച്ചിട്ട് കാണുന്ന നല്ല രസമില്ലേ? ഒരു ഗോൾഡൻ കളർ. ഇത് കണ്ടില്ലേ, ഇത് പലതരം ലൈറ്റ്സ് ആണ് കേട്ടോ, കൊറേ ഉണ്ട്. സ്റ്റേജിൽ ഇവിടെ നാരായണി പാടുവാണ്. നാരായണി ഞാൻ തോന്നുന്നു 2 അമ്മൂമ്മമാരാണ് പാടുന്നത്. ഇത് കണ്ടില്ലേ, ഇത് മുരുകൻ, ഇത് ഗണപതി, ഇത് അയ്യപ്പൻ, ഇത് മുരുകൻ, ഇത് ഗണപതി കേട്ടോ. അപ്പൊ 5 ഫോട്ടോസ് ഇങ്ങനെ ലൈറ്റിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ? ഇവിടെ എപ്പോഴും ഇങ്ങനെ എല്ലാ ദിവസവും ഇനി അലങ്കരിക്കും കേട്ടോ. ഈ അഷ്ടമി കഴിയുന്നവരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗണപതിയുടെ അതൊക്കെ തിളങ്ങുവാണ്ടല്ലോ, ഇങ്ങനെ ഒരു നല്ലൊരു ഇത്. പിന്നെ ആ മരത്തേട്ട് നോക്കൂ ഗൈസ്, നമ്മുടെ സാധാ ബൾബാണോ ഗൈസ്? ഇതിൽ എന്തോരം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ. ഇവിടെ വന്ന് കാണുമ്പോഴാണ് അതിന്റെ ഒരു റിയാലിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ അത് ഫോണ് കുഴപ്പമില്ല, ഭയങ്കര തിളക്കം തോന്നുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇതിലെ കൂട്ടുള്ള ചെറിയ ലൈറ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിലിടുന്ന ടൈപ്പ് ആ വെള്ള ബൾബില്ലേ, ആ ബൾബാണ് ഗൈസ്. അത് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് അറിയാൻ പറ്റിയത്. ഞാനിങ്ങനെ ആദ്യമായിട്ടാട്ടോ പറഞ്ഞു. നല്ല ഭംഗിയില്ല, പക്ഷെ എന്നാലും എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് ആ മരത്തിലൊക്കെ അലങ്കരിച്ചിരിക്കുന്ന കണ്ടില്ലേ, അത് മിന്നുന്ന ലൈറ്റാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇത് കോടിയർച്ചനെ വടക്കോർത്ത് പാട്ടുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ കാണിച്ചായിരുന്നു. അപ്പൊ ഇത് കാണാത്തവർക്ക് ഇപ്പൊ ഒന്ന് കണ്ടോട്ടോ. അതെ, മരത്തിലൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. ഇത് ആലാന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ നിന്നിരുന്നത് കിഴക്കേനടയായിരുന്നു. ഇപ്പൊ ഇത് പടിഞ്ഞാറേനടയായിട്ട് നമ്മൾ നടന്നു വന്നപ്പോ. ഇതാണ് പടിഞ്ഞാറേ നട. അപ്പൊ അവിടെ ലൈറ്റ് ഒക്കെ കണ്ടു. ആ മരത്തിൽ ഷേപ്പാക്കി വെച്ചിരുന്ന ലൈറ്റ് ആണ് ഇത്. നല്ല ഭംഗിയായിട്ട് ഇവിടെ ഭയങ്കര അലങ്കാരമാണ്. അപ്പൊ എന്തോരം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും കണ്ടോളൂ. ഗൈസ്, ആനേനെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗൈസ്? ഞാനിപ്പോഴാട്ടോ കാണുന്നത്. ഒന്ന് നോക്കൂ ഗൈസ്, ആന കിടന്ന് ഉറങ്ങണ കണ്ടോ? ഉറങ്ങണോ അറിഞ്ഞൂടാ, ചുമ്മാ കിടക്കണായിരിക്കും. പക്ഷെ ആന കിടക്കണൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്.
ഇത് അവിടെ വേറൊരു ആനയുണ്ട് കേട്ടോ, അത് നോക്കി നിൽക്കണുണ്ടോ ഗൈസ്. അപ്പൊ ഇത് വൈക്കത്തമ്പലത്തിൽ കൊണ്ട് തളച്ചേക്കുന്ന ആനകളാണ്, രണ്ടുപേരുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ നേരം വെളുത്ത് തുടങ്ങുവാണ്. അപ്പൊ വെളുക്കും തോറും ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓഫായി തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത് കേട്ടോ, നിങ്ങളൊക്കെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി നേരത്തെ വന്നതാണ്. അപ്പൊ ഞാനും അച്ഛനും ചേട്ടായും കൂടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ ആനേനെ കുളിപ്പിക്കുന്നതാണ് എനിക്ക് ഏറ്റവും അതിശയമായി തോന്നിയത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ നമ്മൾ നിർമ്മാല്യം തൊഴുതു കേട്ടോ. അപ്പൊ അതാണ് നമ്മളിപ്പോ തൊഴുതത്. അപ്പൊ അതെ നേരം വെളുത്ത് വരുവാണ്. നല്ല ഭംഗിയല്ല ഇപ്പൊ കാണാൻ. പക്ഷെ ഇപ്പൊ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളിനി പോയി ഫുഡൊക്കെ കഴിക്കും. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. മസാല ദോശയാണ് നമ്മൾ മേടിക്കുന്നത്. ഞങ്ങൾ മുഴുവൻ മസാല ദോശ മേടിക്കും. അപ്പൊ അത് വരട്ടെ. ഫസ്റ്റ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ട്. എന്തൊക്കെയൊക്കെ കറിയുണ്ട്, സാമ്പാറും ചമ്മന്തി ഉണ്ട്. ഇതെന്താ എനിക്കറിയില്ല. അപ്പൊ ഞാൻ കഴിച്ചു കാണിച്ചത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വൈക്കം ബീച്ചിലേക്ക് പോവാം. ഇപ്പോൾ വേമ്പനാട്ടുകായലിനാണ് കേട്ടോ ഈ വൈക്കം ബീച്ച് എന്ന് പറയണേ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു കട പോലും തുറന്നിട്ടില്ല ഗൈസ്. എല്ലാ കടയും മൂടിയിട്ടിരിക്കുകയാണ്. അപ്പം 2-3 ഇടക്കൊക്കെ ഓരോന്ന് തുറന്നിരിപ്പുണ്ട്, പക്ഷെ എല്ലാം തുറന്നിരിപ്പില്ല. രാവിലെയല്ലേ, അതുകൊണ്ടായിരിക്കുള്ളൂ ഈ കടയൊന്നും തുറന്നിടാത്ത. പക്ഷെ ആളും കുറവാട്ടോ. ഇപ്പം രാത്രി വന്നാൽ കുറേ ആളുണ്ടാവും. നമ്മൾ ഇതെന്തൊരു വ്യൂ ആണ് നോക്കൂ ഗൈസ്. അവിടെ എവിടെ വന്നാലും വൈക്കത്തെ വ്യൂ ആണ് ഗൈസ്. ഇത് നോക്കൂ, ഒരു ബോട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? ബോട്ട് എങ്ങോട്ടാണ് നമുക്ക് നോക്കാം ഗൈസ്. ഇത് ഇങ്ങോട്ടെന്തോണ്. ഇവിടെ നല്ല ഭംഗി, വൈക്കം നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അന്ന് ഞാൻ ഇപ്പോഴല്ല എപ്പോഴോ മനസ്സിലാക്കിയതാണ്, പക്ഷെ ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. നോക്കൂ ഗൈസ്, അങ്ങോട്ട് പോയി ഇത് വൈക്കം വേമ്പനാട്ടുകായലാണ്. അപ്പോൾ നമ്മളൊക്കെ പറയുന്ന വൈക്കം ബീച്ച് എന്നാണ്. നല്ല രസമുണ്ട് ഇവിടെ. അവിടെ എന്തോ ഇതുണ്ട്, ഇങ്ങനെ പതഞ്ഞു പൊങ്ങി തന്നെ ഉണ്ടോ ഗൈസ്, കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടോ. പക്ഷെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട്. ഇത് ഇത് ആദ്യം ബോട്ട് വന്നതിന്റെ ഒരു സംഭവമാണ് ഗൈസ്. നോക്കൂ, ബോട്ടിൽ വയസ്സ് ഇവിടെ ജങ്കാർ സർവീസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ നാളില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട്. അതെ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. എന്താ നല്ല രസം. എനിക്ക് എന്നെ പറയേണ്ടത് കിട്ടുന്നില്ല. നമുക്ക് അപ്പുറത്ത് പോയിട്ട് വേറെ കാര്യങ്ങൾ കാണിച്ചത്. അപ്പൊ ഇതിനിടക്ക് നമ്മുടെ ഒപ്പം 2 പപ്പിക്കുട്ടന്മാര് വന്നിട്ടുണ്ടായിരുന്നു. ബസ് ഭീകരന്മാര് കുറെ ഓടി വരുമായിരുന്നു. നമ്മൾ ഓടാണ്ടിരുന്നോണ്ട് അവന്മാര് പോയും തോന്നുന്നു. ഇത് നോക്കൂ ഗൈസ്, എന്റെ പൊന്നോ, ഒരു വലിയ ഗുർല. അതിരുന്ന് ചെണ്ട കൊട്ടാണ് ഗൈസ്. അതിന്റെ തലയിൽ തലക്കെട്ടൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഗുർല. 2 തലക്കെട്ട് കണ്ട ചുവന്നതിട്ട് എന്തോ കൂട്ടിന്. നമുക്ക് ഇത്ര ഇതിലൂടെ ഒക്കെ നടന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതെന്ത് ഗൈസ്, ഇതെന്താണിത്? ഇത് ബോട്ടൊക്കെ പായൽ കയറി കിടക്കുന്നു ഗൈസ്. ആർക്കും വേണ്ടായിരുന്നു. ഇത് നോക്കൂ, അവന്റെ ഒരു ചേട്ടൻ നിന്ന് ചൂണ്ടയിടുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ, രാവിലെ ചൂണ്ടയിടാൻ വന്ന ചേട്ടൻ, നല്ല മനസ്സുള്ള ചേട്ടൻ. നോക്കൂ ഗൈസ്, ചൂണ്ടയിടുവാണ് ഗൈസ്. 2 ചൂണ്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഐസ്ക്രീം കൊടുക്കുന്ന സ്ഥലമാണ്, ഐസ്ക്രീം കട. ഇത് ചൂണ്ടക്കടയല്ല കേട്ടോ. നമ്മുടെ കായല് അങ്ങോട്ടേക്ക് എന്തോ കെട്ടി വെച്ചേക്കണം. ചേട്ടാ, മീൻ കിട്ടിയാ? നോക്കൂ ഗൈസ്, എന്തൊരു വലിയ ജൈന്റ് വീലാണ് നോക്കൂ. നിങ്ങൾ ഇവിടെ വന്നാൽ ഇതിൽ കയറുമോ? ഞാൻ കയറത്തില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഇതിന്റെ പൊക്കത്തൊന്നും കയറില്ല, ഒന്നാമത് ഉയരം പേടിയാണ്. ഇത് ജൈന്റ് വീലാണ് ഗൈസ്. ഗൈസ്, തെങ്ങില് വാക്കത്ത് കുത്തിച്ചേക്കണം. ഇത് കണ്ടില്ലേ, ഓരോന്ന് കണ്ടില്ലേ? ഇതെന്തോ വീട്. ഇത് കണ്ടില്ലേ ഗൈസ്, ആരോ എന്തോ വലിച്ചോണ്ട് ആണ് ഗൈസ്. പകുതി തലയൊക്കെ എവിടെ? തലയൊന്നുമില്ല ഗൈസ്. ഇതാരോ എന്തോ ഉടുപ്പ് അങ്ങനെ എന്തോ വലിച്ചോണ്ട്. അതെ, ഇവിടെ 2 നില ബസ് ഗൈസ്.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വൈക്കം എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ. വൈക്കത്തഷ്ടമി, വൈക്കത്തമ്പലം, വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം വിജയലക്ഷ്മി, അങ്ങനെ ഓരോന്നൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മളിനി അവിടുന്ന് വൈക്കത്തുനിന്ന് പോരുവാണ്, വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മള് വേറെ 2 അമ്പലത്തിലോട്ട് കയറിയായിരുന്നു. അപ്പൊ അതെടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് ഫോൺ കയറ്റാൻ പറ്റില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വൈക്കത്തമ്പലം കാണാത്തവരൊക്കെ കണ്ടില്ലേ, അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ. ബൈ.